ഏത് മോഡലാണ് ചോദിച്ചത്? ഇത് ടൈറ്റാനിയം പ്ലസ്സോ? ടൈറ്റാനിയം ആണ്, എക്കോസ്പോർട്ട് ടൈറ്റാനിയം ആണ് ഇത്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കാറിൻ്റെ വീഡിയോ സെറ്റാക്കി വെച്ചു. വേറെ ഒന്നുമല്ല, കാറിൻ്റെ സർവീസൊക്കെ ആയി. അപ്പോൾ കാറിൻ്റെ സർവീസ് ചെയ്ത പ്രൈസിൻ്റെ അത്ര പോലും അല്ല, അതിനേക്കാളും കൂടുതലാണ് എൻ്റെ വണ്ടി കാര്യം സർവീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ചേർത്തൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ വാച്ച് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാണാം. അങ്ങനെ കാർ ഷെഡി കിടപ്പുണ്ട്. അപ്പോൾ എന്താ കാറിൽ നമ്മൾ ചെറുതായിട്ട് പോളിഷൊക്കെ ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മാറിയിട്ടുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്, പിന്നെ വാഷ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സംഭവം മാറി, പിന്നെ ഗ്യാസ്കറ്റ് ഡ്രെയിൻ പ്ലഗ്, ഫിൽറ്റർ ഓയിൽ, പിന്നെ ഓയിൽ ചേഞ്ച്, അല്ലാതെ എ സിയിലെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറി. പിന്നെ അല്ലാതെ കുറച്ച് സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ ഓയിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഇപ്പോൾ ഓക്കെയാണ്. അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സംഭവം ചെയ്യാൻ്റെ പ്ലാനിലുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സാധാ വണ്ടി സെറ്റാക്കി ഒന്ന് വയ്ക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ വണ്ടി എടുത്ത് പുറത്തിട്ടിട്ട് നിങ്ങൾക്ക് കിട്ടില്ല വിഷ്വൽസും കാര്യങ്ങളും കാണിച്ചു തരാം. വണ്ടിയുടെ എഞ്ചിനൊക്കെ തുറന്ന് അതിൻ്റെ അകത്തും കാണിച്ചു തരാം. അപ്പം വണ്ടിയിൽ നിന്ന് ബോർഡ് ഇപ്പം മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ എല്ലാവരും വീട്ടുകാരെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട്, ചേട്ടനും എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ട് ബോർഡ് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബോർഡൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പം വണ്ടി എടുത്ത് പുറത്തിട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൽ ബില്ല് വന്നിരിക്കുന്നത് എത്ര രൂപയെന്നും കൂടെ പറയാം. ആദ്യം അകത്ത് തരട്ടെ. രാവിലെ തന്നെ ഉറക്കപ്പിച്ചിലായതുകൊണ്ട് എന്തോ ഒരിത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ബില്ല് എത്ര? 164 അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് അടുത്ത പേജിലായിരിക്കും. അപ്പോൾ കാർ ഒന്നും ഇതെടുത്ത് തിരിച്ചിടാം. ഓ, ഫ്യൂവൽ അടിക്കണം. 51 കിലോമീറ്റർ ഓടുമെന്ന് കാണിക്കുന്നുണ്ട്. തീരെ കുറവാണെന്നുണ്ട്, റിസർവ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് അടിക്കണം. അപ്പോൾ നമുക്ക് പതിയെ പുറത്തോട്ട് ഇറക്കാം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണെന്ന് കാണാൻ ഇഷ്ടമൊന്നൊന്ന് സജസ്റ്റ് ചെയ്താൽ കൊള്ളാം. ഇപ്പം അങ്ങനെ അധികം യൂട്യൂബേഴ്സൊന്നും വീഡിയോസൊന്നും കറക്റ്റ് ഇടുന്ന കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് അറിയില്ല. ഞാൻ ഫോളോ ചെയ്തിട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊന്നും കറക്റ്റായിട്ടൊന്നും വീഡിയോ കാണുന്നില്ല. എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ സെറ്റാക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, മരങ്ങളൊക്കെ കാരണം വണ്ടി തിരിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. തിരിച്ച് ഇട്ട് കൊടുക്കാം. വീട്ടിൽ ഇപ്പം വണ്ടി എടുത്തുകൊണ്ട് പോകും. അപ്പം വണ്ടി തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. വണ്ടിയിൽ പെട്രോളും കുറവാണ്, പെട്രോളിൻ്റെ ഡീസൽ കുറവാണ്. അപ്പോൾ അതും റെഡിയാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ ഓരോന്നിന് 481, 59, 9 രൂപ ഗ്യാസ്കറ്റ് ഡ്രെയിൻ പ്ലഗ്. ആ പ്ലഗിന് 9 ആയിരിക്കുമോ അറിയില്ല. 148, 2148, 164 ഫൈനൽ എമൗണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അടുത്തതിൽ എല്ലാം കൂടെ വന്നിട്ടുള്ളത് 7,053 രൂപയാണ് ബില്ല് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ട ലേബർ എല്ലാം എഴുതിയിട്ടുണ്ട്, ടോട്ടൽ പാർട്സ്. അല്ലാതെ ലേബർ തന്നെ 4,000 രൂപയ്ക്ക് ആയിട്ടുണ്ട്. എന്ത് കഷ്ടമാണ്. ലേബറിനാണ് വിലയായത്, പാർട്സിന് പോലും വിലയില്ല. ലേബറിന് അതിനേക്കാളും വില. പക്ഷേ ഇതും എൻ്റെ വണ്ടിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വില കുറവെന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ ടാസ്ക് ആയാലും. കാരണം ഇതിന് നല്ല കുറവാണ്. എൻ്റെ വണ്ടിക്ക് തന്നെ സർവീസ് ചെയ്യുമ്പോൾ എത്ര രൂപ? നല്ല പൈസ, 5,000 കിലോ. ഇതിന് നല്ല വില കുറവാണ്. കണ്ടോ, ഇതിന് ലേബർ തന്നെ 4,040 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി പുറത്തിറങ്ങിയിട്ട് ഒന്ന് കാണിച്ചു തരാം. എത്രയാണ് ഇതിൽ മാറിയ സംഭവങ്ങളും. ഇപ്പോൾ ഇതിൽ മറ്റേ സംഭവം പോളിഷൊക്കെ ചെയ്തതിന് ശേഷം വണ്ടി ലുക്കായിട്ടുണ്ട്. പക്ഷേ കഴുകിയിട്ടില്ല. ഇതിപ്പം ചെയ്തിട്ട് ഒരാഴ്ചയായി. വീഡിയോ കുറച്ച് ലാഗായി, എക്സാമൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കണ്ടോ, ടയറിലൊക്കെ ചെളിയായിട്ടിരിപ്പുണ്ട്. ഈ ആംഗിൾ ഭയങ്കര രസമില്ലേ? അമ്മ അകത്തിരിപ്പുണ്ട്. അമ്മ ഈ പോകാൻ സമയം അകത്ത് കയറിയിരിക്കണം. നമുക്കൊരു തമ്മിൽ എടുത്തില്ല. അപ്പം പിന്നെ ആ കാറൊക്കെ കഴുകി സെറ്റാക്കി ഇതാ കൊണ്ടിട്ടുണ്ട്. ടയറിൻ്റെ അഴുക്കൊന്നും പോയില്ല. അത് സർവീസ് ചെയ്താലേ പോകും. നല്ലപോലെ ഓഫ് റോഡ് ചെറുതായിട്ടൊക്കെ പോയേണ്ട ഒരു ഇതാണ്. അമ്മച്ചിരി വീട്ടിലൊക്കെ പോയി അവിടെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാറിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഫുൾ ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ വാഷ് ചെയ്ത് എല്ലാം സെറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മൾ അകത്തുള്ള മാറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാറ്റ് ചെയ്യാൻ വേണ്ടി ഈ മാറ്റ് നമുക്ക് കിട്ടിയത് 2,000 രൂപയ്ക്കാണ്. 2,000 രൂപയ്ക്കാണ് ഇതും അപ്പുറത്തും ബാക്കിലത്തെയും കൂടെ വരുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ഇതാണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ അകത്ത് വേറെ സംഭവങ്ങളൊന്നും എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാർ എടുത്ത് പുറത്ത് പോകത്തുകൊണ്ട് അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഓടിയത് ഏകദേശം നോക്കട്ടെ, വണ്ടി ഇപ്പോൾ ഏകദേശം
ഡോർ ഓപ്പണാണ്. 21 കിലോമീറ്റർ. വണ്ടിയിൽ ഫ്യൂൽ നല്ല കുറവാണ്. ഫ്യൂൽ കുറവല്ല, എന്തോ എററുണ്ട്, അത് കാണിക്കണം. താഴത്തെ ഇവിടെ കണ്ടോ, ഇത്രയും കാൽ ടാങ്കിനെ കുറച്ചുകൂടെ നിൽപ്പുണ്ട്, പക്ഷേ ഇതിൽ 21 കാണിക്കുന്നുള്ളൂ. അതെന്താ സീനാണ്. ഇപ്പോൾ ഏകദേശം 22,997 കിലോമീറ്റർ ഓടി. അപ്പോൾ 20,000 സർവീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ആ സർവീസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ചേഞ്ചും ചെയ്തില്ലായിരുന്നു, അല്ലാതെ അവർ വിളിച്ചിട്ട് എന്തോ സംഭവമായിരുന്നു, അങ്ങനെ അത് ചെയ്തു. അതായിരുന്നു അന്നത്തെ സർവീസ്. അതാണ് അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ സർവീസ് സാധാരണ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സർവീസാണ്. ആ സർവീസിൻ്റെ കോസ്റ്റാണ് നിങ്ങൾ നേരത്തെ കണ്ട സംഭവം. എന്ന് വെച്ചാൽ എത്ര 7,000 വണ്ടി ഓഫ് ചെയ്തില്ല കേട്ടോ, 7,600 സംതിങ് ആയതേ ഉള്ളൂ. ഇതിൻ്റെ ഓയിൽ ചേഞ്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാർ വർക്കേണ്ടി വരും. ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. വണ്ടി കഴുകി ഇപ്പോൾ എടുത്തിട്ടുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫുൾ നെരുങ്ങി പിരിഞ്ഞാണൊക്കെയാണ് ഇരിക്കുന്നത്. കാരണം ഈ വണ്ടി വന്നു, ഇതുണ്ട്, ഇതിൻ്റെ കഴിവുണ്ട്, ഇതൊക്കെ കഴുകി വെച്ചതാണെന്ന്. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയാണ് തുറന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്നുകൂടെ തുറന്നിട്ട് ഇതിൻ്റെ ബോണറ്റ് തുറന്ന് കാണിച്ചു തരാം. ഇവിടെ തുറന്നു. നിങ്ങളോടൊക്കെ മഴയുണ്ടോ? ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് തന്നെയാണ് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഡെയിലി 2 വീഡിയോ വെച്ചിരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ പേരെന്താ വരുന്നത്, അയ്യോ അത് പറഞ്ഞു, ആ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ ബാറ്ററിയാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഏകദേശം 19,000 കിലോമീറ്റർ ബാറ്ററി തീർന്നു. ഏകദേശം 4 വർഷം എന്തോ ഓടി. അപ്പോൾ പുതിയ ബാറ്ററി വെച്ചു. പിന്നെ അകത്തുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അവർ മാറ്റുന്ന സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് എന്തോ ഒരു ഫ്ലൂയിഡാണ്, മറ്റേ കൂളിങ്, എന്താ പേര് പറഞ്ഞാലും എൻ്റെ അത് ഞാൻ ഓർമ്മ വരും പറഞ്ഞുതരാം. ആ സംഭവം വേറെ അങ്ങനെ അകത്ത് വേറെ ഒന്നും സംഭവങ്ങളൊന്നും എക്സ്ട്രാ ചെയ്തിട്ടൊന്നുമില്ല. ആവശ്യമുള്ളതൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ സംഭവമൊക്കെയാണ്. അപ്പോൾ നമുക്കത് അടിക്കില്ല. ഇതിൻ്റെ പേര് അറിയാവുന്നൊരു കമൻറ്റ് കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്കിത് അടയ്ക്കാം. നല്ല വെയിറ്റുള്ളൊരു ഫുഡാണ്. ഏകദേശം ഒരു 20 വരും. അടഞ്ഞെന്ന് തോന്നുന്നു, അടഞ്ഞു. അപ്പം അത്രയും വെയിറ്റൊക്കെ വരും. അത്ര വെയിറ്റില്ല, അതൊക്കെയാണ് ഇത് സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞാൽ എൻ്റെ വണ്ടി ഇതും വെച്ച് ഞാൻ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇതിൻ്റെ കോസ്റ്റ് ഇത്രയും സാധനം മാറ്റിയിട്ട് വേറെ 7,000 ആയുള്ളൂ. എന്നുള്ള 12 ലക്ഷം രൂപ കാറ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ സർവീസ് ഇത്ര ആയുള്ളൂ. ആ ഒരു 3-4 ലക്ഷം രൂപ ബൈക്കിന് തന്നെ ഒരു 10,000 രൂപ സർവീസാവും. 10,000 സർവീസ് എങ്കിലും 10,000 രൂപ അടുപ്പിച്ചോ. കാരണം ബ്രേക്ക് പാഡിന് തന്നെ 2,500 രൂപ ഫ്രണ്ടിന് വരുന്നുണ്ട്, ബാക്കിന് 1,500, ഓയിൽ ചേഞ്ചിന് 4,200, ലേബർ ഉൾപ്പെടെ ഏകദേശം ഒരു 13,000 രൂപയെങ്കിലും 20,000 സർവീസിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണമുണ്ട്. കാരണം ടയർ മാറാൻ സമയം ഇതൊക്കെ മാറി വരണം. അപ്പം അതൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, ബ്രേക്ക് പാഡൊന്നും മാറി കാണില്ല. എന്നാലും ഇത്രയും ലക്ഷമുള്ള കാരണം സാധാ സർവീസിന് 7,000 എങ്കിൽ ഇതിന് ഇത്രയാവും. അപ്പം എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, ഇത്ര ഇൻഷുറൻസ് ആവുന്നു. ഇതിൻ്റെ ഇൻഷുറൻസ് 4,500 രൂപയായിട്ടുണ്ട് ഇതിൻ്റെ ഇൻഷുറൻസ്. 5 വർഷമല്ല, 1 വർഷത്തേക്ക് എടുത്തതാണ്. 4,500 രൂപ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കോലം കെട്ടിടിപ്പുണ്ട്. അന്നിടയ്ക്ക് വെള്ളയണിയപ്പോൾ ഫുൾ അഴുക്ക് പിടിച്ചൊക്കെ വന്നതാണ്. അപ്പോൾ ഇന്ന് കഴിവാന്ന് വെച്ചിട്ട് നടന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം കഴിവ് സെറ്റാക്കണം. അത് സെറ്റാക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കിടില മോഡിഫിക്കേഷൻ വീഡിയോ പറഞ്ഞ പോലെ വരുന്നുണ്ട്, ഉടനെ വരും. കാരണം കുറച്ച് ഫണ്ടും കൂടെ സെറ്റാണ്. സാധനം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ നാളെ തന്നെ നമുക്ക് സെറ്റാക്കണം. എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങിച്ച് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ അത് എന്തായാലും സസ്പെൻസ് ഇടില്ല, എന്തായാലും അത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അത് ഉടനെ സെറ്റാക്കാം. അപ്പോൾ അതാണ് ഇൻ്റർസെപ്റ്റർ എന്നല്ല, GT ആയാലും സെയിമാണ്. ബ്ലാക്ക് പാഡിനൊക്കെ അത്യാവശ്യം പൈസയാവും. അപ്പോൾ അതേ ഉള്ളൂ ഇതും അതുമായിട്ടുള്ള വ്യത്യാസം. പിന്നെ കാർ ഓട്ടിക്കാൻ വേറെ ഫീൽ, ബൈക്ക് ഓട്ടിക്കാൻ വേറെ ഫീൽ. എന്തോ എനിക്കാണെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് പുതിയ കാർ എടുക്കാം. പുതിയ നല്ല സെക്കൻഡ് കാറായാലും എടുക്കാമായിരുന്നു, പക്ഷെ അതിൽ കാര്യമില്ല. ഒരു ഫീൽ ഉണ്ടല്ലോ, അതല്ലേ നല്ലത്. അപ്പം പിന്നെ ഇതൊക്കെ റീപെയിൻറ്റ് ചെയ്തതാണ്. ഇടയ്ക്ക് KSRTC ബസ് കൊണ്ട് ഡിസ്ക് പൊട്ടിച്ചില്ലേ, അപ്പോൾ അതിനുശേഷം റീപെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയ സാധനമാണ്. നമ്മൾ ടയറിൻ്റെ എയർ പ്രഷറൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ട്. എന്തോ ചെറിയ ഒരു സൈഡിലോട്ട് കുറവുള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അത് ഇവിടെ അടുത്തൊരു കടയുണ്ട്, അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യണം. വേറെ ഇനിയിപ്പം ലോങ് ട്രിപ്പിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടിരിക്കണമെന്നുണ്ട്. എവിടെയോ ട്രിപ്പ് പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സർവീസൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ അത് വീഡിയോ സെറ്റാക്കാം. ചിലപ്പോൾ എന്നെ കൊണ്ടുപോകാതൊക്കെ പോകും, എന്നാൽ വീഡിയോ കിട്ടില്ല. എന്നാൽ അവരെടുക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലെല്ലാം ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മളെ എക്കോ സ്പോർട്ടിൻ്റെ വിശേഷങ്ങൾ. ഇത് ഏത് മോഡലാണ് ചോദിച്ചത്? ഇത് ടൈറ്റാനിയം പ്ലസ്സോ? ടൈറ്റാനിയമാണ്. എക്കോ സ്പോർട്ട് ടൈറ്റാനിയമാണ്. ഇത് TDCI എന്തോ കമ്പനി, എന്താ എനിക്കറിയില്ല. ടൈറ്റാനിയം എന്ന് പറഞ്ഞതാണ്. അന്ന് ഏകദേശം 12.5 ലക്ഷം രൂപയായി കാറിന്. ഇപ്പോൾ ഇല്ല, ഇനി സർവീസ് ഉണ്ട്. സർവീസ് എന്ന് വെച്ചാൽ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ 10-15 വർഷം കിട്ടും.
അപ്പോൾ നമ്മൾ ഇരിക്കുന്ന കാലം അത്രയും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾ കാണിച്ചു തരാൻ ചെയ്യാം. പിന്നെ കറങ്ങാൻ പോകുന്ന വീഡിയോ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് രാവിലെ തന്നെ സർവീസ് ചെയ്തുകൊണ്ട് കാറിൻ്റെ വീഡിയോ സെറ്റ് ആക്കാമെന്ന് വെച്ചാൽ കുറേ ദിവസമല്ലേ കാറിൻ്റെ വീഡിയോ ചെയ്തിട്ട്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.